അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ ബാലുശ്ശേരിയിൽ നിന്ന് കുട്ടിയുമായി മറ്റൊരുത്തൻ്റെ കൂടെ പോയ ഒരു സഹോദരിയുടെയും കൊണ്ടുപോയവൻ്റെയും ഒക്കെ ചർച്ചയാണ്. ഞാൻ ഇതിൻ്റെ ആത്മീയമായ വശത്തിലേക്കാണ് പോകുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തതുകൊണ്ട് മറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അതിൻ്റെ ആത്മീയമായ വശം ശ്രദ്ധിക്കുകയാണ്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും വേർപിരിയൂല, ഞങ്ങൾക്ക് ഒന്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി വേർതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടും വേർതിരിയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ രണ്ടാളുകളെ ഞങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു, നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ അവർ തമ്മിൽ വീണ്ടും പിണങ്ങി രണ്ടും വേർപിരിഞ്ഞു. അതുവരെ അവർ വിവാഹേതര ബന്ധങ്ങളിൽ അവർക്ക് ഊർജവും ശക്തിയും സ്നേഹവും ആനന്ദവും കിട്ടിയിരുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലായപ്പോൾ അവരെ വിട്ട് പിശാച് പോയതിൻ്റെ കാരണത്താൽ അവർക്കത് അസ്വസ്ഥതയും ഖേദവുമായി മാറി. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഭാര്യയെ അവളുടെ ഭർത്താവിൽ നിന്ന് അകറ്റലും ഒരു ഭർത്താവിനെ അവൻ്റെ ഭാര്യയിൽ നിന്ന് അകറ്റലുമാണ് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി. ആ പണിയെടുത്താൽ, ആ പണിയിൽ പിശാച് വിജയിച്ചാൽ പിശാചിന് ഉറപ്പാണ് ഇവരെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ പിശാച് ഏറ്റവും ഇടപെടുന്നതും അവൻ്റെ പ്രവർത്തകർക്കും അവൻ്റെ അനുചരർക്കും അവർ ഏറ്റവും വലിയ ചലഞ്ച് കൊടുക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുകയും അവിഹിത ബന്ധങ്ങളിൽ ചേർക്കുകയും ചെയ്യലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ അവിഹിത ബന്ധം അത് ഹലാലായ മാർഗത്തിലാക്കിയാൽ അപ്പത്തീരും ഇവരുടെ കയപ്പും ആഗ്രഹങ്ങളും സ്നേഹങ്ങളുമൊക്കെ. എത്രയോ അനുഭവങ്ങളുണ്ട്. ഒരൊറ്റ അനുഭവം ഈയിടെയായിട്ട് നടന്ന അനുഭവമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഒരിക്കലും ഞങ്ങൾ പിരിയാൻ തയ്യാറല്ല എന്ന് വാശി പിടിച്ചിട്ട് എൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു നിക്കാഹ് ഒരാഴ്ചക്കുള്ളിൽ അത് ഇല്ലാതെയായി എന്ന അനുഭവമാണ്. കാരണം അവർ അതുവരെ ആനന്ദിച്ചിരുന്നത്, രണ്ടാളെയും പ്രേരിപ്പിച്ചിരുന്നത് പിശാചാണ്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ ഞങ്ങളാക്കി കൊടുത്തപ്പോൾ പിശാച് അവരെ വിട്ടുപോയി. അവർ ആനന്ദിച്ചിരുന്നത് മുഴുവനും അവർക്ക് അസ്വസ്ഥതയായി, സ്നേഹം മുഴുവനും വെറുപ്പായി. അങ്ങനെ അവർ എന്നും വേർപിരിഞ്ഞ് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കേസുകൾ മുഴുവനും ഇതുപോലെയുള്ളതാണ്. നമ്മൾ പരിശ്രമിച്ച് ഈ പോയ കുട്ടികളെ ഒന്നാക്കാൻ നോക്കിയാൽ അത് വേർപിരിയും. എന്നാൽ ഇതുപോലെ അവർ വിവാഹിതരല്ലാതെ ജീവിക്കുകയാണെങ്കിൽ എത്ര കാലവും ജീവിക്കാനും അവർക്ക് കഴിയും. കാരണം പ്രേരകമാകുന്നത് പിശാചിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്ന് ഹലാലാകുന്നോ അന്ന് മുറിയും ഈ ശക്തിയും സ്നേഹവും. ഇത് വശമാണ്, അനുഭവമാണ്. ഒരുപാട് ഈ കാര്യങ്ങളിൽ ഇടപെട്ടത് കൊണ്ട്